കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പിൽ പിന്നണിയിൽ നിന്ന് എല്ലാം ചെയ്തത് കെ.സി. വേണുഗോപാലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് കെ.സി. വേണുഗോപാൽ അയോഗ്യനാണെന്ന് താൻ പറയില്ല, ആരാണ് യോഗ്യനെന്നും പറയില്ല. വി.ഡി. സതീശൻ പ്രവർത്തിച്ചത് മുഴുവൻ ടെലിവിഷനിൽ മാത്രം. രമേശ് ചെന്നിത്തലയെ അപ്രസക്തനാക്കാനും സാധിക്കില്ല. കോൺഗ്രസിന്റെ അത്യുന്നത പദങ്ങളിൽ ഇരുന്ന് പാരമ്പര്യമുള്ള നേതാവാണ് ചെന്നിത്തല. ജയിച്ചു വന്നാൽ കോൺഗ്രസിലെ എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കെ.സി. വേണുഗോപാൽ മിടുക്കനാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തെ പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല. എത്ര പേരുടെ പേരായി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസിനകത്ത്. അതൊരിക്കലും ഒരപര്യാമ്യമല്ല. അല്ല, വി.ഡി. സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ ടി വിയിൽ കുറേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻസ് കൺട്രോളും സ്ഥാനാർത്ഥി എന്നതും പ്രശ്നങ്ങളുള്ളപ്പോൾ എല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലാണ്. ഞാൻ പറയുന്നത് അവരെല്ലാവരും യോഗ്യന്മാരാണ്. കെ.സി. വേണുഗോപാലിന് അയോഗ്യനെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? അപ്രസക്തനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം എത്രയോ സീനിയറായ ഒരാളാണ്. കാരണം ആര് വിചാരിച്ചാലും അപ്രസക്തനാക്കാൻ സാധിക്കില്ല. ഈ 3 പേരിൽ ആരായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് അഭിപ്രായം? ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. 3 പേരും കൊള്ളാം. രാഹുൽ സുരേഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. രാഹുൽ, തെരഞ്ഞെടുപ്പിന്റെ ദിനത്തിൽ അല്ലെങ്കിൽ ആ ദിവസത്തിൽ നമ്മൾ കേട്ട ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഒരു നിലപാട് മയപ്പെടുത്തുന്ന വെള്ളാപ്പള്ളിയെ നമ്മൾ കണ്ടതാണ്. അതിൽ വി.ഡി. സതീശന്റെ കാര്യത്തിൽ അടക്കം പറഞ്ഞത് ഈ എം.എൽ.എ. സ്ഥാനത്തിന് യോഗ്യനാകാം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇന്നത്തെ പ്രതികരണം, അല്ലേ? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ മുരിക്കാശ്ശേരിയിൽ നടന്ന പരിപാടിയിലാണ് ഈ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തിയുള്ള ഒരു പ്രതികരണം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തമ്മിലടിയെ രൂക്ഷമായി വിമർശിച്ച ശേഷമാണ് കെ.സി. വേണുഗോപാലിനെ അദ്ദേഹം പുകഴ്ത്തിയിട്ടുള്ളത്. വി.ഡി. സതീശന്റെ പ്രവർത്തനങ്ങളെല്ലാം TV ചാനലിലൂടെ മാത്രമാണ് കണ്ടത്. അതിന് തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ നിന്നും പ്രവർത്തിച്ചത് കെ.സി. വേണുഗോപാലാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ പിന്നണിയിൽ നിന്നും എല്ലാം ചെയ്തത് കെ.സി. വേണുഗോപാലാണ്. അദ്ദേഹം അയോഗ്യനാണെന്ന് താൻ ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഈ കെ.സി. വേണുഗോപാലാണോ, വി.ഡി. സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ യോഗ്യനെന്ന് ചോദിച്ചപ്പോൾ ആരാണ് യോഗ്യനെന്ന് താൻ പറയില്ല. പക്ഷേ കെ.സി. വേണുഗോപാലിന് അയോഗ്യതയില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തല അപ്രസക്തനാണെന്ന് പറയാൻ സാധിക്കില്ല. കോൺഗ്രസിന്റെ അത്യുന്നത പദങ്ങളിൽ ഇരുന്ന് പരിചയമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അപ്രസക്തനാണെന്ന് പറയാൻ സാധിക്കില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. എന്താണെങ്കിലും കെ.സി. വേണുഗോപാലിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ഒരു മയപ്പെടൽ വന്നിരിക്കുന്നു. അദ്ദേഹം കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന് ഇദ്ദേഹം വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം അധികാരത്തിൽ വരണമെന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അധികാരത്തിൽ ആര് വരുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതിനു മുമ്പേ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള അടി ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പിൽ പിന്നണിയിൽ നിന്ന് എല്ലാം ചെയ്തത് കെ.സി. വേണുഗോപാൽ എന്നുള്ളതാണ് പ്രതികരണം.